കറി തയ്യാറാക്കുക. അതിനായിട്ട് കുറച്ച് പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു വാഴയ്ക്ക, ഒരു കഷ്ണം മത്തങ്ങ, 2-3 വിസിലടിച്ച് വേവിച്ച് വെച്ച ചെറുപയർ, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇത് വേകാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്ക് ഇതിലേക്കുള്ള അരപ്പൂടെ തയ്യാറാക്കാം. തേങ്ങ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയാണ്. ചെറിയ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 3 അല്ലി എടുത്തിട്ടുണ്ട്. ഒരു 3-4-5 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ തവിയും കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതൊന്ന് ചൂടായി വരണം. തിളച്ച് മറിയണ്ട, നല്ലതൊന്ന് ചൂടായി വരണം. കറി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കറിക്ക് താളിച്ച് ചേർക്കാം. തിളയ്ക്കണ്ട, ഇത്രയും ചൂടായി വന്നാൽ മതി. ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തോരൻ്റെ അരപ്പിന് ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്ലി വെളുത്തുള്ളി, ചെറിയ ചുമന്നുള്ളി, അല്പം ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 കാന്താരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ആണെങ്കിലും മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പം വലിയ സവാളയുടെ അരമുറി സവാളയാണ്. സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞിട്ടിരിക്കുന്ന കോവയ്ക്കയാണ്. കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. പയർ ചേർത്ത് കൊടുക്കാം. കോവയ്ക്കയും പയറും കൊണ്ടുള്ള തോരനാണ്. നല്ലതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അല്പം വെള്ളം കൂടെ തളിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 2-3 മിനിറ്റ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീനൊന്ന് പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പുനീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീൻ ഇതിലേക്ക് ഇട്ട് പുരട്ടിയെടുക്കാം. ഇതെല്ലാം ഇതിനായിട്ടിട്ട് നല്ലോണം ഒന്ന് മസാല എല്ലാം ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ മീൻ നല്ലപോലെ മസാലയൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി 10-15 മിനിറ്റിന് ശേഷം ഇത് വറുത്തെടുക്കാം. അപ്പോഴേക്കും ഇതിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കും. മീനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തെല്ലാം ഒന്ന് മരിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ഈ കൊച്ചു ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.